ഹായ് കൂട്ടുകാരെ, ഇതെന്താണെന്നറിയോ? ഇതാണ് പീനട്ട് ബട്ടർ. നമ്മൾ നേഴ്സറിക്കാരുടെ വാക്കുകൾ കേട്ട് ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഇങ്ങനെ കൊണ്ടുവയ്ക്കും. ഇത് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ രുചി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ വെക്കാവൂ. സ്ഥലമില്ലാത്തവർ ഒരിക്കലും വെക്കരുത് ഈ ചെടി. സ്ഥലമുള്ളവർ തന്നെയാണെങ്കിലും നിങ്ങൾക്ക് രുചി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ വെക്കാവൂ. കാരണം ഇതിൻ്റെ എപ്പോഴും തന്നെ പൂവും കായും ഒക്കെ ഉണ്ട്. നല്ല രസമൊക്കെ കാണാൻ. നിറച്ച് ഓൾ സീസണാണ്. നല്ല മഞ്ഞപ്പൂവൊക്കെ ആയിട്ട് നല്ല കുടകുടയായിട്ട് കായൊക്കെ ആയിട്ട് നിൽക്കും. വല്ലപ്പോഴും ഒരു കാ പറിച്ച് തിന്നാം എന്നല്ലാതെ ഈ പഴം കൊണ്ട് യാതൊരു ഇതുമില്ല. ഇതിന് ഒത്തിരി ന്യൂട്രീഷൻ വാല്യൂ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അങ്ങനെ ഒറ്റയടിക്ക് തിന്നാനായിട്ട് നമ്മുടെ മാങ്ങയും പേരയ്ക്കയൊക്കെ തിന്നുന്ന പോലെ തിന്നാനായിട്ട് പറ്റുകയില്ല. ഇത് സ്ഥലമുള്ളവർ തന്നെ വെച്ചാൽ തന്നെ ഇതിനൊരു അപകടമുണ്ട്. ഇതിൻ്റെ കാ വീണ് ഒത്തിരി അതിൻ്റെ ചുവട്ടിൽ കാടുപോലെ വളരും. ഒത്തിരി ഗുണഗുണാന്ന് തൈകൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം, അത് ഈ പ്ലാന്റിൻ്റെ കാര്യത്തിലല്ല, എല്ലാ പ്ലാന്റിൻ്റെയും കാര്യത്തിൽ നിങ്ങളെ നേഴ്സറിക്കാർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾ അതിൻ്റെ പഴം കഴിച്ചു നോക്കിയതിന് ശേഷം മാത്രം ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രമേ വാങ്ങി വെക്കാവൂ. ഇതാണ് ഇതിൻ്റെ ഒരു പഴുത്ത കായ. ഇത് നമ്മളിങ്ങനെ ഞെക്കി എടുത്തു കഴിഞ്ഞാൽ അതിനകത്തൊരു കുരുവുണ്ട്. ആ കുരുവിനൊരു പാടയുണ്ട്. അത് നമ്മൾ കടിച്ചു കഴിയുമ്പോഴത്തേനും ആ പാട പൊളിച്ച് കളയാം. ഇത് പച്ചയ്ക്കും തിന്നാം, പക്ഷേ ഇത് നമ്മൾ ഒത്തിരി അങ്ങനെ തിന്നാൻ പറ്റത്തില്ല. ഇതുകൊണ്ട് ഇതിൻ്റെ ചൂട് നിറച്ച് കുരു വീണ് കിടക്കുവാണ്, കിളികളൊക്കെ തിന്നിട്ട്. അതുകൊണ്ട് നേഴ്സറിക്കാർ പറയുന്നത് കേൾക്കാതെ നിങ്ങൾക്ക് തിന്ന് രുചി നോക്കി ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം വാങ്ങി വയ്ക്കുക.